കന്നുകാലികളുടെ സങ്കേതമെന്ന് പറയുന്നത് തൊഴുത്താണ്. മത്സ്യങ്ങളുടെ സങ്കേതമെന്ന് പറയുന്നത് ജലാശയങ്ങളാണ്. പരിശുദ്ധ അമ്മയെ നാം വിളിക്കുന്നത് പാപികളുടെ സങ്കേതമേ എന്നാണ്. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സംഭവമാണിത്. അമരോത്ഭവ എന്ന ശീർഷകത്തോടെ ജീവിക്കുന്ന, ദൈവത്തിനെതിരെയോ മനുഷ്യനെതിരെയോ ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധ അമ്മയുടെ പേര് പാപികളുടെ സങ്കേതമേ എന്ന്. പ്രിയമുള്ളവരെ, പാപത്തെ വെറുക്കുകയും പാപികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരമ്മ മനസ്സാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ഓടി വരുന്നൊരു രംഗമുണ്ട്. വഴിയിൽ വെച്ച് അമ്മയെ കാണുന്നു. പെട്ടെന്ന് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പത്രോസ് പറയുന്നുണ്ട്, അമ്മ, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് ഒരു വിഷമവും വിചാരിക്കാതെ അമ്മ കരുണാപൂർവ്വം പത്രോസിനെ നോക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പാപം ചെയ്യുന്ന പാപികളായ എല്ലാവരോടും അമ്മ കാണിക്കുന്ന മനോഭാവം ഇതാണ്. അവനെ ചേർത്ത് പിടിച്ച് യേശുവിലോട്ട് വീണ്ടും ചേർക്കുക എന്നുള്ളത്. നാം ഏത് പാപാവസ്ഥയിൽ ജീവിച്ചവരായിരുന്നാലും, ഏത് പാവമാണോ നമ്മെ നശിപ്പിക്കുന്നതായിരുന്നാലും ഒരു ഭയവും വേണ്ട. അത് അമ്മയിൽ സമർപ്പിക്കാം, അമ്മയോട് ചേർന്നിരിക്കാൻ നോക്കാം. അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപസാഹചര്യങ്ങൾ, വിട്ടുമാറാത്ത നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ഇവയെല്ലാം സമർപ്പിച്ച് നമ്മെ ഏറ്റെടുക്കണമെന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ മക്കളായിട്ട് മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിമിഷം അമ്മതൻ ചാരയായുള്ള നേരം